നമസ്കാരം. ഹവാല ഡീലർമാരുമായിട്ട് ഗോവിന്ദൻ എന്താണ് ബന്ധം? ഹവാല ഡീലർ ഗോവിന്ദൻ്റെ വലം കൈ എന്ന് പറയപ്പെടുന്നു. പാർട്ടി സെക്രട്ടറിയുടെ ആണിക്കല്ല് പറിക്കുന്ന വെളിപ്പെടുത്തലാണ് വരുന്നത്. രാജേഷ് കൃഷ്ണ എന്ന ഹവാലക്കാരനുമായി എന്താണ് CPM നേതാക്കൾക്ക് ബന്ധമെന്നുള്ളത്. കോടിയേരി ഓടിച്ച ഈ ദലാളിനെ ഗോവിന്ദൻ കൂടെ കൂട്ടിയതെന്തിന്? മകൻ കുടുങ്ങാതിരിക്കാൻ കളിക്കേണ്ടി വരും ഇനിയും പല കളികളും. കാരണം ഈ ഫാരിസ് അബൂബക്കർ ഈ പേര് ചർച്ചയിൽ വന്നാൽ പിണറായി ഞെട്ടുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി എല്ലാ കാലത്തും മാധ്യമങ്ങളിൽ നിന്നും രാഷ്ട്രീയ എതിരാളികളിൽ നിന്നും മറച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്ന ഒരു പേരാണ് അത് എന്നറിയാമല്ലോ, ഫാരിസ് അബൂബക്കർ. BSന് വെറുക്കപ്പെട്ടവൻ, എന്നാൽ പക്ഷേ പിണറായിക്ക് പ്രിയപ്പെട്ടവനായത് എങ്ങനെയെന്നൊക്കെ കേരളത്തിനറിയാം. ഫാരിസ് പിണറായി വിജയൻ്റെ ബിനാമിയാണെന്നാണ് പലപ്പോഴും ആരോപണം ഉന്നയിക്കുന്നത്. ഇപ്പോൾ അതുപോലൊരു ആരോപണത്തിൻ്റെ തീച്ചൂളയിലാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. ആരാണ് രാജേഷ് കൃഷ്ണ? ഇയാളുമായി ഗോവിന്ദനും കുടുംബത്തിനും എന്താണ് ബന്ധം? രാജേഷ് കൃഷ്ണ ഹവാല ഡീലറാണ്, പക്കാ ക്രിമിനൽ. കോടിയേരി കാലത്ത് പാർട്ടിയിൽ നുഴഞ്ഞു കയറാൻ നോക്കിയ ഇയാളെ ചവിട്ടി പുറത്താക്കിയതാണെന്ന്. എന്നാൽ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ CPMൽ പലതരത്തിലുള്ള നേതാക്കളെ ഇയാൾ പോക്കറ്റിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. വീണ്ടും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി ഷർഷാദ് രംഗത്തെത്തുന്നു. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് MV ഗോവിന്ദനെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്തുന്നതും ഇപ്പോൾ അത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു. പല CPM നേതാക്കളെയും രാജേഷ് കൃഷ്ണ ട്രാപ്പിലാക്കിയെന്ന് തന്നെയാണ് ഷർഷാദ് പറയുന്നത്. കോടിയേരിയുള്ള സമയത്ത് ഒതുങ്ങിയ ഇയാൾ ഇപ്പോൾ MV ഗോവിന്ദൻ്റെ മകൻ്റെ ബന്ധം വെച്ച് പാർട്ടിയിൽ തിരിച്ചു വന്നിരിക്കുന്നു. CPM നേതാവ് തോമസ് ഐസക് രാജേഷ് കൃഷ്ണയുടെ വലം കൈയാണ് എന്നാണ് പറയപ്പെടുന്നത്. P ശശിയും PK ബിജുവും MV രാജേഷും ശ്രീരാമകൃഷ്ണനും ഒക്കെയുള്ള നേതാക്കൾ ഈ രാജേഷിൻ്റെ ട്രാപ്പിലാണ്. പാർട്ടിക്കകത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഇയാളെ കോടിയേരി പാർട്ടി സെക്രട്ടറി ആയിരിക്കെ പറപ്പിച്ചു വിട്ടിട്ടുണ്ട്. ഗോവിന്ദൻ മാസ്റ്റർ സെക്രട്ടറി ആയപ്പോൾ മാഷിൻ്റെ മകൻ്റെ പോരായ്മകൾ വെച്ചിട്ട് ഇവൻ ഇതിനുള്ളിലേക്ക് കയറപ്പെട്ടു. പാർട്ടിയിൽ നിന്ന് ഒരു വിലക്ക് പറഞ്ഞാൽ P ശശിയല്ല ആരായാലും ഒരകലമിടുമല്ലോ. ഗോവിന്ദൻ മാഷ് ഇപ്പോൾ UK പോയ സമയത്ത് അവൻ്റെ വീട്ടിൽ അടക്കം പോയി എന്നാണ് പറയപ്പെടുന്നത്. മാഷിൻ്റെ മകൻ്റെ അടുത്ത് താൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നും അവൻ അത് മാഷിനോട് പറഞ്ഞിട്ടുണ്ടോ എന്നും അറിയില്ല എന്നും ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ വെച്ച് തനിക്ക് പറയാൻ പറ്റുന്ന രീതിയിലൊക്കെ താനും മാഷിനോട് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും കോടിയേരി അസുഖബാധിതനായി കിടക്കുമ്പോൾ താൻ അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നുവെന്നും ഒരുവിധം ആളുകളോടൊക്കെ താൻ ഇക്കാര്യം പറയുന്നത് അവിടെ നിന്നാണ് എന്നും എന്നിട്ടും മാഷ് ഈ പറയുന്ന ആളിൻ്റെ വീട്ടിൽ പോയി താമസിച്ചിട്ട് ആ ഫോട്ടോ അവൻ തന്നെ FBയിലിടുകയും ചെയ്യുന്നു. ഗോവിന്ദൻ മാഷിക്ക് ഒരിക്കലും രാജേഷ് കൃഷ്ണയെ തള്ളിപ്പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ, കാരണം മാഷിൻ്റെ മകൻ ഇവരുടെ ട്രാപ്പിലാണ്. രത്തീന എങ്ങനെയാണോ ട്രാപ്പിൽ അകപ്പെട്ടത്, അതുപോലെ തന്നെ മാഷിൻ്റെ മകനും ഇപ്പോൾ ഈ ട്രാപ്പിലാണ്. ഗോവിന്ദൻ മാഷിൻ്റെ മകൻ അഴിമതിക്കാരനാണോ എന്ന ചോദ്യത്തിലുള്ള ഉദാഹരണമല്ലേ വ്യവസായിയോട് പണം വാങ്ങിയ സംഭവം എന്ന് പറയപ്പെടുന്നത്. CPM നേതാക്കളുടെ ബിനാമിയായി നിന്നുകൊണ്ട് ഹവാല പണമിടപാട് വരെ രാജേഷ് കൃഷ്ണയ്ക്ക് ഉണ്ട് എന്ന് അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഷർഷാദ് എന്ന് പറയപ്പെടുന്ന വ്യക്തി ഉന്നയിക്കുന്നത്. രാജേഷ് കൃഷ്ണ നിയമവിരുദ്ധമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന് 100% തെളിവുകളുണ്ട്. 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറും മുൻപ് എവിടെയും കേട്ടിട്ടില്ലാത്ത ഇവൻ, ഒരു ജോലിയുമില്ലാത്ത ഇയാൾക്ക് ഇത്രയും സ്ഥലത്ത് നിക്ഷേപവും ആർഭാട ജീവിതവും നയിക്കുവാനുള്ള പണം എവിടെ നിന്ന് വരുന്നു? 12,000, 10,000, 13,000 രൂപ മിനിമം ദിവസ വാടകയുള്ള സ്റ്റാർ ഹോട്ടലുകളിലാണ് ഈ രാജേഷ് ആഴ്ചകളോളം താമസിക്കുന്നത്. ഇതിനുള്ള പണം എവിടെ നിന്നാണ്? സെറ്റിൽമെൻറ്റിലൂടെയും ഇവന് പണം കിട്ടുന്നുണ്ട്. പല ഡീലുകളുടെയും കിട്ടുന്ന കാശ് UK അവിടെ നിന്ന് ഇങ്ങോട്ട് റിവേഴ്സ് അടിക്കുകയാണ്. അതാണ് ഹവാലയാണ്. പണം ഹവാല പണമാണ്. CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇവനാണ്, ഈ രാജേഷ് കൃഷ്ണ. CPMലെ പല നേതാക്കളും രാജേഷ് കൃഷ്ണയുടെ വലയിൽ വീണു കഴിഞ്ഞു. MB രാജേഷ് പറഞ്ഞു ഇയാളുമായി ബന്ധമില്ലെന്ന്. വ്യക്തമായിട്ടുള്ള മറുപടി തരാത്ത ഒരേ ആളേ ഉള്ളൂ, അത് A റഹീമാണെന്നാണ് ഷർഷാദ് പറയുന്നത്. ഇവൻ്റെ വലയിൽ നിന്നും വേറൊരാൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടിരുന്നു. അതിപ്പോഴത്തെ ധനമന്ത്രിയായിട്ടുള്ള KM ബാലഗോപാലാണ്. പുള്ളിയുടെ മകനോ മകൾക്കോ UK അഡ്മിഷൻ കിട്ടിയപ്പോൾ ഈ രാജേഷ് കൃഷ്ണയായിരുന്നു എല്ലാ ഏർപ്പാടുകളും ചെയ്തത്. ഇവൻ്റെ വീട്ടിൽ താമസിച്ച് പഠിക്കാമെന്ന ധാരണയിലാണ് അത് ചെയ്തത് പോലും. ആ സമയത്താണ് ഈ ലെറ്റർ കിട്ടുന്നതും അതോടുകൂടിയാണ് ആ അഡ്മിഷനെ ബാലഗോപാൽ വേണ്ടാന്ന് വെക്കുന്നത്. ശ്രീരാമകൃഷ്ണനാണ് രാജേഷ് കൃഷ്ണയെ ലോക കേരള സഭയിലേക്ക് കൊണ്ടുവരുന്നത്. ആരോപണങ്ങളുടെ വലിയ കെട്ടഴിപ്പിച്ചിരിക്കുകയാണ് ഷർഷാദ് അതിലൂടെ. CPM നേതാക്കൾക്ക് പല വമ്പൻ വ്യവസായികളുമായിട്ടും ഇത്തരത്തിലുള്ള ദല്ലാളന്മാരുമായിട്ടൊക്കെ വലിയ ബന്ധങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കോടികളുടെ ഡീലിങ്സാണ് നടക്കുന്നതെന്ന് പറയപ്പെടുന്നു. തൊഴിലാളി പാർട്ടി നേതാക്കൾക്ക് എങ്ങനെയാണ് ഈ കോടികൾ എത്തുന്നത് എന്നതിൻ്റെ പല വഴികളാണ് ഇതൊക്കെ എന്നാണ് വിവരം. ഏതായാലും ഗോവിന്ദനും കിട്ടി ഒരു ദല്ലാളിനെ,
രാജേഷ് കൃഷ്ണയുമായി എന്താണ് ബന്ധമെന്ന ചോദ്യത്തിന് പാർട്ടി സെക്രട്ടറി മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗോവിന്ദൻ, അതായത് പിണറായി മാത്രമല്ല ഗോവിന്ദനും കണക്ക് തന്നെ എന്ന് പറയപ്പെടുന്ന തരത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഈ ഹവാല ഡീലർമാരുമായിട്ട് പാർട്ടി സെക്രട്ടറി എന്തിനാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്? ഒരു തൊഴിലാളി പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM എന്ന് പറയപ്പെടുന്നത്. ആ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയിലെ പാർട്ടി നേതാക്കൾ പലരും ഈ ഹവാല ഇടപാടുകൾ പെടുന്നു, ഒപ്പം തന്നെ കള്ളപ്പണ ഇടപാടുകൾ പെടുന്നു, കോടിക്കണക്കിന് രൂപയുടെ ആസ്തികൾ ഉണ്ടാകുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു പാർട്ടിയിലെ നേതാക്കൾക്ക് ഉണ്ടാക്കാൻ കഴിയുക? പാർട്ടി നേതാക്കൾക്കപ്പുറം നേതാക്കളുടെ മക്കളുടെ ഇടപാടുകളിലൂടെയാണ് പലപ്പോഴും പാർട്ടിയുടെ പേര് വരെ കളയുന്ന തരത്തിലേക്കുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. കോടിയേരിയുടെ കാലത്ത് അടുപ്പിക്കാതിരുന്ന രാജേഷ് കൃഷ്ണയെ പാർട്ടി സെക്രട്ടറിയായി വന്ന ഗോവിന്ദൻ്റെ കാലത്ത് അടുപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഗോവിന്ദനുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് രാജേഷ് കൃഷ്ണയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്? പാർട്ടിക്കാരെ മുഴുവനുമായി ഒറ്റിക്കൊടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇതുപോലുള്ള ഇടപാടുകാരുമായി, ഹവാല ഇടപാടുകാരുമായി ബന്ധപ്പെടുന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുകയും സർക്കാരിനത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗോവിന്ദൻ എന്ന് പറയപ്പെടുന്നത് താത്വിക ആചാര്യനായി മാറുമെന്ന് വിശ്വസിക്കുന്ന പാർട്ടി സഖാക്കൾക്കടക്കം ഹവാല ഡീലറാണ് ഗോവിന്ദൻ്റെ വലം കൈ എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായി ഞെട്ടുന്നത് അവരുടെ അണികളാണ്. അപ്പോൾ പിണറായിക്ക് തുല്യം തന്നെയാണ് ഗോവിന്ദനും എന്ന് പറയേണ്ടി വരുന്നു. ഇവിടെ പലപ്പോഴും നമ്മൾ ഗോവിന്ദനെ മാറ്റി നിർത്തുകയും ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി പാർട്ടിയെ കുറച്ചുകൂടി മുന്നോട്ട് വളരെ കൃത്യമായി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുമെന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം അണികളുണ്ടായിരുന്നു. ആ അണികളുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയനെ വിശ്വസിച്ച് അധികാരത്തിലേറ്റിയ ആ അണികൾക്ക് മറ്റൊരു തിരിച്ചടി കൂടിയാവുകയാണ് ഗോവിന്ദൻ്റെ ഈ ഇടപെടലുകൾ.